ഫോട്ടോയിൽ നിന്ന് കണ്ണുനീർ. എന്ത്, ഇത് സത്യമാണോ? അതേ പ്രിയരെ, 2014 ജൂലൈയിൽ വന്ന മാസിക എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഈ കഥ നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കും. ഗുരുബാബ തബയറയിൽ എത്രയോ യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. പുനർജന്മ അഗ്നിയാഗം, സുഭദ്രാഗ്നി ഹോമം, വൈഷ്ണേയ അഗ്നിയാഗം. ചില യാഗങ്ങൾ ചെയ്യുന്നത് ജീവൻ പണയപ്പെടുത്തിയാണ് ചെയ്യുന്നത്. ഗുരുബാബയുടെ തബയറയിൽ കയറുമ്പോൾ പരേതരുടെ അനേകം ഫോട്ടോകൾ കാണാം. ആദ്യമൊക്കെ ഞാനും വിചാരിച്ചിരുന്നു, ഇതെന്തിനാ ഇത്ര അധികം മരിച്ചുപോയവരുടെ ഫോട്ടോകളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിൽ പുണ്യഭൂമി സ്ഥാപകനായ സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ ഫോട്ടോയും ഉണ്ട്. ഇവയിലെ ഏറ്റവും വലിയ ഫോട്ടോ മാവേലിക്കരക്കാരി 19കാരിയുടെ ഒരു ഫോട്ടോയാണ്. കോളേജിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ലോറി ഇടിച്ച് മരിച്ചതാണ്. വിവാഹിതയായ അമിത തടിയുള്ള ചേച്ചിക്കാണെങ്കിൽ മക്കൾ പിറക്കില്ലെന്ന സ്ഥിതിയുമാണ്. മൂത്തവൾക്ക് മകളായി മരിച്ച കുട്ടി പുനർജനിച്ച് കുഞ്ഞു പിറന്നു കിട്ടാൻ മാവേലിക്കരയിലെ ഉഗ്രനച്ഛൻ ഉണ്ണികൃഷ്ണപിള്ള മുഖേന തിരക്കി. കൈവല്യ അഗ്നിയാഗത്തിൽ ചില അപൂർവ വേദകർമ്മങ്ങളുണ്ട്. ഉഗ്രനച്ഛനുമൊത്ത് എത്തിയ അവരുടെ തീരാസങ്കടം ഗുരുബാബ ഏറ്റെടുത്തു. മകൾ 19 വയസ്സിൽ ഇഷ്ടപ്പെട്ടിരുന്ന വസ്ത്രം കൊല്ലം തോറും മരണമാസത്തിൽ മുടക്കാതെ സമർപ്പിക്കണം. മരിച്ച മകളുടെ ഒരു ഫോട്ടോ സമർപ്പിക്കണം. കുഞ്ഞു പിറന്നാൽ ചോറൂണിന് അഗ്നിയാഗവും നടത്തണം. ഇത്രയാണ് ഗുരുബാബ നൽകിയ ഉപദേശം. ഉടനെ വലിയ ഫോട്ടോ എത്തിച്ചു. ഗുരുബാബ കൈവല്യ അഗ്നിയാഗം തുടർന്നു. 6-ാം മാസം മൂത്തവൾ ഗർഭിണിയായി. മരിച്ച മകളുടെ അതേ മുഖഛായയിൽ കുഞ്ഞു പിറന്നു. ഇവിടെയാണ് നമ്മുടെ വില്ലനായ ജ്യോത്സ്യൻ വരുന്നത്. ജ്യോത്സ്യൻ പ്രശ്നം വച്ചു വിധിച്ചു. ജ്യോതിഷ വിധി പ്രകാരം കുഞ്ഞിനായി മുമ്പ് പലവട്ടം മണ്ണാറശാലയിൽ ഉരുളി കമിഴ്ത്തിയത് മൂലം പിറന്ന കുഞ്ഞാണ്. ഗുരുബാബയ്ക്ക് കുഞ്ഞു പിറന്നതിൽ യാതൊരു പങ്കുമില്ലെന്ന്. ജ്യോത്സ്യവിധി പ്രകാരം മണ്ണാറശാലയിൽ ചോറൂണ് കേമമായി നടത്തി. ഇളയവളുടെ മരണമാസത്തിലെ വസ്ത്രദാനം ഗുരുബാബയ്ക്ക് ചെയ്തതുമില്ല. അതോടെ മരിച്ച മകളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. കെട്ടുകഥയായി തോന്നുന്നുവെങ്കിൽ ബാക്കി കൂടി ക്ഷമയോടെ കേൾക്കണം. ഗ്ലാസിനകത്ത് ഫോട്ടോയിലെ കണ്ണിൽ നിന്നാണ് കണ്ണുനീരൊഴുകുന്നത്. കണ്ണീർ ഒഴുകി ഒഴുകി ഇരു കവിളുകളിലും കണ്ണുനീർ ചാലുകൾ ഫോട്ടോയിൽ തെളിഞ്ഞു. ഗ്ലാസിനകത്തെ കണ്ണീർ ചാലുകൾ ഗ്ലാസിൻ്റെ പുറത്ത് തുടച്ചാൽ പോകില്ലല്ലോ. ഉഗ്രനച്ഛനെയും ഉഗ്രത്തിയമ്മയെയും ഫോട്ടോയ്ക്കകത്തെ കണ്ണുനീർ ചാലുകൾ ഗുരുബാബ കാണിച്ചു കൊടുത്തു. അവരും ഗ്ലാസ് തുടച്ചു നോക്കി. കണ്ണുനീരൊഴുകുന്നത് ഗ്ലാസിനകത്തായതിനാൽ ഫോട്ടോയിലെ കണ്ണുനീർ ചാലുകൾ മാഞ്ഞില്ല. ജ്യോതിഷ വിധി പ്രകാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടിനായി കുഞ്ഞുമൊത്തു വന്ന് ലോഡ്ജിൽ വസിച്ചതിനിടെ പേരിനൊന്ന് തല കാണിച്ചു പോയ വീട്ടുകാർ ഫോട്ടോയിൽ കണ്ണുനീരൊഴുകുന്നത് കേട്ട് ഉഗ്രനച്ഛനുമൊത്ത് പാഞ്ഞെത്തി. മകളുടെ ഫോട്ടോയിൽ നിന്നും കണ്ണുനീർ ചാലുകൾ ഒഴുകുന്നത് കണ്ട് അലറിക്കരഞ്ഞു. സമസ്ത അപരാധം മാപ്പിരന്നു. ചോറൂണ് നടത്തി അഗ്നിയാഗ പ്രാർത്ഥന ചെയ്യാമായിരുന്നു. കുഞ്ഞിന് ആയുർദോഷം നേരിടാതെ സൂക്ഷിക്കണം. ഗുരുബാബയുടെ ഈ ഉപദേശം കേട്ട് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ കുഞ്ഞിൻ്റെ ആയുസ്സിന് കുഴപ്പമുണ്ടായില്ല. പക്ഷേ കുഞ്ഞിൻ്റെ അച്ഛന് ആയുർദോഷമുണ്ടായി. 32 വയസ്സിൽ മകൾ വിധവയായതിൽ അവരിപ്പോൾ പശ്ചാത്തപിക്കുന്നു. ക്ഷേത്ര ആരാധനയ്ക്ക് ആധാരം അഗ്നിയാഗമാണ്. ജീവൻ പണയം വെച്ചുകൊണ്ട് ഗുരുബാബ ഇത്തരം അഗ്നിയാഗങ്ങൾ ഭക്തർക്ക് വേണ്ടി നടത്തുന്നു. അതിന് ചെയ്യേണ്ട ചെറിയ ഉപദേശങ്ങൾ കൊടുത്തിട്ട് പോലും മാനിക്കാതെ ക്ഷേത്രത്തെ നമസ്കരിച്ചാൽ ഇങ്ങനെ പല കുഴപ്പങ്ങളും ഉണ്ടാകും. ഭഗവാൻ പറഞ്ഞ അനുഷ്ഠാനങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്യുക, അതുപോലെ തന്നെ ഉപദേശങ്ങളും. ഈ കഥ സത്യമാണോ എന്ന് തിരക്കാൻ വേണ്ടി അന്നത്തെ മാസികയിൽ ഉഗ്രനച്ഛൻ്റെ നമ്പറും കൊടുത്തിരുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.